ഗൈസ്, ഇവനാണ് എൻ്റെ കൂട്ടുകാരൻ. ഇവന്റെ പേരാണ് ചിമ്മനാണ്. ഇവൻ എൻ്റെ കൂട്ടുകാരൻ. എക്സാം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ എക്സാമിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. കണ്ടു, ഇതാണ് എൻ്റെ ഹോൾ ടിക്കറ്റ്. അപ്പൊ ഇനിയുള്ള അടുത്ത വിശേഷങ്ങളും എക്സാം കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. എന്തിനടുത്തിരിക്കുന്നത് അതുവരെ എല്ലാവർക്കും അങ്ങനെ ഞാൻ നാട്ടിൽ വന്നു കേട്ടോ. എക്സാം ആയത് കാരണം ഇത് ഞങ്ങൾക്ക് എക്സാമാണ്. സെക്കൻഡ് എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ടൈമാണ്. എല്ലാവരും റീലൊക്കെ കണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇതെൻ്റെ കൂട്ടുകാരാണ് കേട്ടോ. എല്ലാവരോടും കുത്തി എണീപ്പിച്ച ഹായ് പറയാൻ പറയുന്നത് കേട്ടോ. ആളൊടുക്കത്തെ പഠിത്തമാണ് കേട്ടോ. എക്സാം ആയ കാരണം ആൾക്ക് വീഡിയോ വരാൻ ഭയങ്കര നാളാണ്. ഇവനാണെങ്കിൽ ഇന്ന് മഴ പെയ്യാത്തതിൻ്റെ പേരിൽ ഭയങ്കര സങ്കടം കേട്ടോ. അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അത്യാവശ്യം മഴ പെയ്തില്ലായിരുന്നു. അങ്ങനെ എക്സാം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മിറർ റൂമിൽ വന്നേക്കുവാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് സനു, എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. ആൾ ഭയങ്കര പോസിറ്റീവാണ്. എന്നോട് പറഞ്ഞു നീ ഒരു വ്ളോഗ് എടുക്ക്. എനിക്ക് വേണ്ടി ഡാൻസൊക്കെ കളിച്ച ആൾ തരുവാണ് കേട്ടോ, എൻ്റെ യൂട്യൂബിൽ ഇടാൻ വേണ്ടി. ആൾ ഭയങ്കര സപ്പോർട്ടിങ് മൈൻഡാണ്, നല്ല ആക്റ്റീവാണ്. അങ്ങനെ അവളുടെ ഡാൻസും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കോളേജിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ മിററിൽ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത ശേഷം ഞങ്ങളെല്ലാവരും ഇറങ്ങി കേട്ടോ. മഴ ഇപ്പം ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയിലും കുറവായിരുന്നു. അങ്ങനെ ഞങ്ങളങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ. ഞങ്ങൾ 3 പേരുണ്ട്. പഠിപ്പിയുണ്ട്, സനുണ്ട്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഞങ്ങൾ കാണുന്നത്. കുറേ നാളുകൾക്ക് ശേഷം കണ്ടതുകൊണ്ട് തന്നെ നല്ല സന്തോഷവും ഹാപ്പി ആയിരുന്നു കേട്ടോ. ഇന്നത്തെ ഡേ ഫുള്ള് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഒന്നും നടന്നില്ല കേട്ടോ. രാവിലത്തെ തിരക്കും ഓട്ടപ്പാച്ചിലും ബസ്സിലും എല്ലാം കൊണ്ട് തന്നെ ഒന്നും നടന്നില്ല. ചെറുക്കൻ വെയിറ്റ് ഇത് നിൽക്കുകയാണ് ഗൈസ്, അതുകൊണ്ട് നമുക്ക് വേഗം പോയേ പറ്റും. ശരി. പോകുന്ന വഴി സനുവിന് ട്രോളിയായിട്ടൊക്കെയാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഞങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി. അവളാണെങ്കിൽ അവിടെ കയറി എല്ലാ സ്പ്രേയും എടുത്ത് ആരും അറിയാതെ ടെസ്റ്റ് ചെയ്ത് നോക്കുവാണേ. നിങ്ങളാരെങ്കിലും ഇങ്ങനെ ചെയ്യാറുണ്ടോ? ഈ അങ്കിളിനെ എനിക്കറിയാവുന്ന അങ്കിളാണ് കേട്ടോ. ഈ കടയിൽ ഞാൻ മിക്കപ്പോഴും കയറാറുണ്ട്. ഇവിടെ ഒരു നല്ല ജ്യൂസ് ഉണ്ട്, തണ്ണിമത്തങ്ങയുടെ. മിക്കപ്പോഴും ഞാനിവിടെ വന്ന് കുടിക്കാറുണ്ട് കേട്ടോ. 20 രൂപയുള്ളൂ, നല്ല ക്വാണ്ടിറ്റി ഉള്ളതാണ്. ഇന്ന് ഞാനത് കുടിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ ഇല്ലായിരുന്നു. എന്താണെന്നറിയില്ല, ക്ലോസ് ചെയ്യുന്നു തോന്നുന്നു, മഴയൊക്കെ അല്ലേ. ഇത് നോക്കി, ഇതാണ് അമ്മ. ഇതിൻ്റെ അടുത്താണ് കേട്ടോ എൻ്റെ കോളേജുള്ളത്. അങ്ങനെ ഞങ്ങൾ ഓർണമെൻറ്റ്സ് കടയിൽ കയറി കേട്ടോ. ഇവിടെ നിന്നാണ് ഞാൻ മിക്കപ്പോഴും കമ്മൽ വാങ്ങാറ്. ഇവിടെ കമ്മലിൻ്റെ കളക്ഷൻ അത്യാവശ്യമുണ്ട്. അത് മാത്രമല്ല എല്ലാത്തിനും നല്ല പ്രൈസ് കുറവാണ് കേട്ടോ. എനിക്ക് ഈ പെകള കമ്മലും ഒരു റിങ്ങും ഇഷ്ടമായി. അപ്പം തന്നെ എടുത്ത് ഞാൻ ആ റിങ് കാതിലിട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. അങ്ങനെ സനു കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്തതിന് ശേഷം ആളിവിടെ നിന്ന് പോയിട്ടോ. അങ്ങനെ ഞാൻ നേരെ ബസ്സൊക്കെ കയറി വീട്ടിലോട്ട് പോകുന്ന വഴിയിൽ ഒന്ന് മാർക്കറ്റിലിറങ്ങി. അങ്ങനെ ഞാൻ മാർക്കറ്റിലിറങ്ങി കുറച്ച് സാധനങ്ങൾ വീട്ടിലത്തേക്ക് വാങ്ങിച്ചിട്ട് ഞാൻ നേരെ നടക്കുവാണ്. ഞാനിങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നടക്കുവാണ് കേട്ടോ. കാർമേഘമൊക്കെ ഭയങ്കര കറുത്തിട്ടുണ്ട്. മഴ പെയ്യില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഈ നടന്നു നീങ്ങിയത്. എന്നാൽ എനിക്കൊരു പണി കിട്ടി. പ്രതീക്ഷകൾക്കപ്പുറം മഴ പെയ്തു. മഴ കൊണ്ട് ഞാൻ ഈ അവസ്ഥയിലായി. അങ്ങനെ ഞാൻ വീടെത്തി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. എല്ലാവർക്കും ബൈ.